ദിവസം 3000 രൂപ, മാസം 1 ലക്ഷമോ അതിന് മുകളിലോട്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്, നല്ല ഡെയിലി ക്യാഷ് ഫ്ലോ ഉള്ള ഒരു ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾക്ക് പ്രത്യേക സ്കില്ലോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു അറിവോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഏത് സാധാരണക്കാർക്കും തുടങ്ങാൻ കഴിയുന്ന, നമ്മുടെ നാട്ടിലൊക്കെ നല്ല ഡിമാൻഡുള്ള, ആവശ്യക്കാർ ഏറെയുള്ള, എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബിസിനസ് റിലേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലെയുള്ള ബിസിനസ് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ സു, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം, പച്ചക്കറി കച്ചവടം, പച്ചക്കറി ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണ്, നല്ല ക്യാഷ് ഫ്ലോ ഉള്ളൊരു ബിസിനസ്സാണ്. ഡെയിലി നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ക്യാഷ് വന്ന് പോകുന്നൊരു ബിസിനസ്സാണ്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നമുക്കിതിന് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. നല്ല പ്രോഫിറ്റ് ഉള്ളൊരു ബിസിനസ്സാണ്. ഒരു 30% 40% വരെയൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ കഴിയുന്ന നല്ലൊരു ബിസിനസ്സാണ്. പക്ഷേ ഇതിനായിട്ട് നമ്മൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ക്ലാസ്സോ പഠനമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അറിവോ കാര്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, പ്രത്യേക സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമുക്ക് എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് സംഭവമാണ് വെജിറ്റബിൾ ബിസിനസ് എന്നുള്ളത്. വെജിറ്റബിൾസിൻ്റെ നമുക്ക് ഹോൾസെയിലായിട്ട് ചെയ്യാം, റീറ്റെയിലായിട്ട് ചെയ്യാം, വണ്ടിയിൽ ചെയ്യാം നമ്മൾക്ക്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം, ഫാമിംഗ് ചെയ്യാം. പല രീതിയിൽ നമ്മൾക്ക് ഇതിന് ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മൾക്ക് റീറ്റെയിൽ ഷോപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാരണം വളരെ ചെറിയ മുതൽ മുടക്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാളുകൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു സാധാരണക്കാരനക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് പ്ലാനാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആദ്യം നല്ലൊരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് ക്രൗഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അതൊരു ബസ് സ്റ്റാൻഡ് പരിസരമോ അല്ലെങ്കിൽ ഒരു ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രിയൊക്കെയുള്ള ഒരു ഏരിയ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൗൺ ആവാം, സെൻറ്റർ ആവാം, ചെറിയ നാട്ടുമ്പുറത്തുള്ള സെൻറ്ററുകളാവാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആളുകൾ വന്നു പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ നടന്നു പോകുന്ന ഏരിയ, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഒരുമിക്കുന്ന ഒരു സെൻറ്ററുകൾ, ബസ് സ്റ്റാൻഡ് പോലെയുള്ള, അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്കിത് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾക്കിതിന് ആവശ്യമായിട്ട് വരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് നമുക്കൊരു 150-100 സ്ക്വയർ ഫീറ്റൊക്കെ മതിയാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു 100-150 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ കഴിയും. ഇതിനായിട്ട് നമുക്ക് വലിയ ഗോഡൗണോ അല്ലെങ്കിൽ നല്ല ഒരുപാട് വലിയ സ്ഥലങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ വലിയ സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെറുതാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 100-150 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പച്ചക്കറിനെ സോഴ്സ് ചെയ്യുന്നൊരു ഏരിയയാണ്. ഇതിനായിട്ട് നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് വാങ്ങാൻ കഴിയുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് തൊട്ടടുത്തുള്ള നമ്മളെ പച്ചക്കറി ഹോൾസെയിൽ മാർക്കറ്റുകൾ നമ്മൾക്ക് വാങ്ങാം. അതേപോലെ തന്നെ നമ്മൾ ഇതുപോലെ പുറത്തുനിന്ന് പച്ചക്കറികൾ ഇതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ പച്ചക്കറി ഇങ്ങോട്ട് ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന കൊണ്ടുവരുന്ന ആളുകൾ, ഏജൻറ്റുകളുണ്ട്. അപ്പോൾ അവരെ സമീപിക്കാം. അതേപോലെ തന്നെ നമ്മൾക്ക് ലോക്കലായിട്ട് നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പച്ചക്കറി കൃഷി നടത്തുന്ന ഫാമുകളുണ്ട്. അവരുമായിട്ടൊക്കെ നമ്മൾക്ക് ഡയറക്റ്റ് ഫാമിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർജിൻ കിട്ടും. ഈ ഒരു 30% എന്നുള്ള ചിലപ്പോൾ നമുക്കൊരു 50-60% നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും അതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാർ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് ഡയറക്റ്റ് ഫാമിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള മാർജിൻ അതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളടുത്ത് പക്ഷേ അത് അങ്ങനത്തെ കൃഷികൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് തൊട്ടടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റുകൾ സമീപിക്കുക എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പച്ചക്കറി സോഴ്സ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് ഈ ഒരു പച്ചക്കറി ഇപ്പോൾ നമ്മൾക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എന്നുള്ളതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിരാവിലെ എണീറ്റ് നമ്മൾ പോകണം. അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ ഇതിലെടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ മറ്റു സ്ഥാപനങ്ങളും മറ്റു ഷോപ്പുകളൊക്കെ തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഒഫീഷ്യൽ ടൈം പോലെ നമ്മൾക്കൊരു 9 മണിയോ 10 മണിക്കൊക്കെ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന സംഭവങ്ങളാണ് പലതും. പക്ഷേ ഇത് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. നമ്മൾ കുറച്ച് അതിരാവിലായിട്ട് നമ്മളൊരു 5 മണിക്കൊക്കെ നമ്മൾ എണീറ്റ് മാർക്കറ്റിലെത്തി നമ്മൾക്ക് ആ ലോഡ് വരുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ വാങ്ങാൻ കിട്ടും. നല്ല റേറ്റിൽ നമ്മൾക്ക് അതിനെ ബൈ ചെയ്യാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിരാവിലെ എണീറ്റ് പോയി നമ്മളതിനെ വാങ്ങണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കുറച്ച് നമ്മൾ എടുത്ത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്മൾക്ക് ഈ ഒരു ബിസിനസ് നടത്താനായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന ലൈസൻസ് എന്ന് പറയുന്നത് നമുക്ക് ലോക്കൽ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പരിധിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്ത് ലൈസൻസ് എടുക്കാം. മുനിസിപ്പാലിറ്റി പരിധിയിലാണെന്നുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റി അവിടുന്ന് നമുക്ക് ലൈസൻസ് എടുക്കാം. FSSAI ലൈസൻസ് എടുക്കണം. അതേപോലെ തന്നെ GST നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് GST ലൈസൻസ് എടുത്താൽ മതിയാവും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് നമ്മൾക്കിതിലേക്ക് ഇറക്കേണ്ട പ്രൊഡക്റ്റ് ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമുക്കറിയാം സാധാരണ നമ്മൾ പച്ചക്കറി കടകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസുകളുണ്ട്. അതിൽ പെട്ടതാണ് ഒന്ന് ടൊമാറ്റോ, ഓണിയൻ, അതേപോലെ പൊറ്റാറ്റോ, ഗ്രീൻ ചില്ലി, ക്യാരറ്റ്, കാബേജ്, കോളിഫ്ലവർ, അതേപോലെ തന്നെ ബീൻസ്, ബീട്രൂട്ട്, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഡെയിലി നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സംഭവമാണ് അല്ലേ. ഈ തക്കാളി, സവാള, പച്ചമുളക് എന്നൊക്കെ പറയണത് ഡെയിലി നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇത് നമ്മൾക്ക് ഇതിനെ ഒരു നല്ല രീതിയിൽ ഇതൊരു ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ കിഴങ്ങുകൾ ആഡ് ചെയ്യാം. നമുക്കറിയാമല്ലോ നല്ല മധുരക്കിഴങ്ങ്, അതേപോലെ കപ്പക്കിഴങ്ങ്, ഇതുപോലുള്ള കിഴങ്ങുകൾ ആഡ് ചെയ്യാം, ഫ്രൂട്ട്സുകൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് ഇതുപോലെ വെജിറ്റബിൾസ് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്താൽ മതിയാവും. പിന്നെ ഇത് നമ്മൾക്ക് ശരിക്കും ഇപ്പോൾ ആദ്യം തുടങ്ങാനായിട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏകദേശം ചെറിയ പൈസ എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ ഒരു വാടക അഡ്വാൻസ് ഒക്കെ ആയിട്ട് നമുക്കൊരു 10-20,000 റുപ്യ അഡ്വാൻസ് കൊടുക്കണം ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മളെ നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഒരു റൂമൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ 20,000 റുപ്യ 25,000 റുപ്യൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അഡ്വാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ മറ്റ് ചെറിയ റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 റുപ്യ അങ്ങനെ വരും. അതേപോലെ തന്നെ അതിനൊരു വെയിൻ മെഷീൻ വേണം, 12,000 റുപ്യ നമുക്ക് അങ്ങനെ പിടിക്കാം. അതേപോലെ തന്നെ ഒരു ആദ്യത്തെ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്കൊരു 10-15,000 രൂപ സ്റ്റോക്കായിട്ട് വരും. പിന്നെ ഒരു ബോർഡ് നമ്മൾക്ക് നിർബന്ധമാണ്. നമ്മൾക്ക് ഒരു കട ആവുമ്പോൾ നമുക്കൊരു കടയുടെ പേരൊക്കെ ഇട്ടിട്ട് ഒരു ലൈറ്റ് ബോർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി അട്രാക്ഷൻ ആവും. അപ്പോൾ ഒരു 12,000 റുപ്യ നമുക്കത് അങ്ങനെ പോകും. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 10-25,000, 30-40,000 റുപ്യ, 50,000 റുപ്യയുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കടയുമായിട്ടുള്ള എല്ലാ റിലേറ്റീവായിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. മനസ്സിലായില്ലേ? പിന്നെ ഇതിൻ്റെ ഒരു ലാഭം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു 15% മുതൽ 30% വരെ ഇതിൻ്റെ പ്രോഫിറ്റാണ്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 10,000 രൂപയുടെ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പച്ചക്കറി കട എന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ അറിവിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അറിയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ നടത്തുന്ന 1-2 കടകളുണ്ട്. ആ കടയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം 60,000-70,000 രൂപ ബിസിനസ് നടക്കുന്ന കടകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡുള്ള കടകളാണ്. നല്ല സ്റ്റോക്ക് ഉണ്ട്, നല്ല സാധനങ്ങളുണ്ട്, അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് വന്നു പോകുന്ന കട ആയതുകൊണ്ട് തന്നെ ഒരു 70,000-60,000 രൂപയ്ക്ക് ഒരു ആവറേജ് ബിസിനസ് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. നമ്മൾ ഒരു തുടക്കം എന്ന നിലയ്ക്ക് നമുക്കൊരു 10,000 രൂപ നമ്മൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ഒരു 10,000 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു പച്ചക്കറി കടയെ സംബന്ധിച്ചിടത്തോളം 10,000 രൂപയുടെ ബിസിനസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുതാണ് കേട്ടോ. ഏറ്റവും വളരെ ചെറിയൊരു ബിസിനസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു 10,000 രൂപ ബിസിനസ് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും എല്ലാ ചിലവും കഴിഞ്ഞാൽ നമുക്കൊരു 3,000 രൂപ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് മാറ്റി വയ്ക്കാൻ കഴിയും. ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു 90,000 രൂപ മാസം നമ്മൾക്ക് വരുമാനമായിട്ട് വരും. പക്ഷേ ഞാൻ
ഏറ്റവും ഒരു ചെറിയ സ്കെയിലാണെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തായാലും ഒരു കടയ്ക്കാവുമ്പോൾ ഒരു 20-25,000 രൂപയുടെ ബിസിനസ് നിങ്ങൾക്ക് എന്തായാലും ഒരു പച്ചക്കറി കടയിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള പച്ചക്കറി കടയിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10,000-6,000 രൂപ ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്, നിങ്ങൾക്ക് 5,000 രൂപ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറ്റി വെക്കാൻ കഴിയും. ഒരു 1.5 ലക്ഷം രൂപ മാസം വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് സീസണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഈ പച്ചക്കറിക്ക് മാത്രമായിട്ട് ഡിമാൻഡ് കൂടുന്ന പല സീസണുകളും വർഷത്തിൽ കടന്നു പോകുന്നുണ്ട് നമ്മൾക്ക് മുന്നിലൂടെ, അല്ലേ? ആണെങ്കിലും അതേപോലെ തന്നെ വിഷു ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് റമദാൻ, മുസ്ലിംസിൻ്റെ റമദാൻ വന്നു കഴിഞ്ഞാലും അതിലൊക്കെ പല എന്താ പറയല്, ഇതുപോലെയുള്ള സെലിബ്രേഷൻ സംഭവങ്ങളും നമ്മളെ മുന്നിലൂടെ ഒരു വർഷത്തിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നല്ല രീതിയിൽ പച്ചക്കറിക്ക് ഡിമാൻഡ് കൂടാറുണ്ട്, മാത്രമല്ല നല്ല വിലയും കൂടാറുണ്ട്, നമ്മളൊക്കെ കാണാറുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഈ പച്ചക്കറി എന്ന് പറയുന്ന സംഭവത്തിന് ഒരു പ്രത്യേകമായിട്ട് ഒരു സീസൺ ഇടിവില. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എപ്പോഴും ആവശ്യമുള്ള സംഭവമാണ്. അത് ഒരു ഹെൽത്തിയാണ്, എല്ലാവർക്കും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭക്ഷണമാണ്, ഒരു പ്രൊഡക്റ്റാണ് ഈ പച്ചക്കറി, വെജിറ്റബിൾസ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും മാർക്കറ്റും എപ്പോഴും ആളുകൾക്ക് ആവശ്യമുള്ളതും നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാൻ കഴിയുന്നതും നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ്സാണ് പച്ചക്കറി ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ന് വരെയും അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരാളതിനെ നിർത്തിപ്പോവുകയോ അല്ലെങ്കിൽ കച്ചവടം നഷ്ടമായതിൻ്റെ പേരിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയോ ഇന്ന് പച്ചക്കറി തുടങ്ങിയവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഈ അങ്ങനെ ഒരു രീതിയിൽ പച്ചക്കറി ബിസിനസ് തുടങ്ങിയിട്ട് അവർ നിർത്തിപ്പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ പല രീതിയിലും ആളുകൾ ബിസിനസ് ചെയ്യുന്നുണ്ട് പച്ചക്കറി. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് പെട്ടിവണ്ടികളിൽ പച്ചക്കറിയുമായിട്ട് വണ്ടി വിളിച്ച് പറഞ്ഞ് ചെറിയ ചെറിയ സ്പീക്കറിലൊക്കെ റെക്കോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ് വരുന്നതൊക്കെ നമ്മൾ കാണാറുണ്ടാവും. നമ്മളൊക്കെ വീടിൻ്റെ മുറ്റത്തേക്ക് പച്ചക്കറികളുമായിട്ട് വണ്ടികൾ വരുന്നത് നമ്മൾ കാണാറുള്ളതാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇതുപോലെയുള്ള സ്ഥാപനം, ഇപ്പം നിങ്ങൾക്ക് വണ്ടി എടുത്ത് കച്ചവടം ചെയ്യാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നടക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു കട ഒരു നല്ലൊരു സെൻറ്ററിൽ കുറച്ച് നല്ല ക്രൗഡായിട്ടുള്ള ആളുകൾ വരുന്ന ഒരു സെൻറ്ററിൽ നിങ്ങൾക്കൊരു ഷോപ്പായിട്ടാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ നടക്കും. അപ്പോൾ ഏത് രീതിയിൽ വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ എങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാലും, ഇനിയിപ്പോൾ ഒരു ഹോൾസെയിലായിട്ട് തുടങ്ങിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. പിന്നെ നമ്മൾക്ക് ഫ്യൂച്ചറിൽ നല്ല ബിസിനസ് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ നല്ല ബിസിനസ് കൂട്ടാനൊക്കെ ആയിട്ട് നല്ല ഒന്നും കൂടി കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിന് ബിസിനസ്സിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ കൊടുന്ന് വെക്കുക, ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സുകൾ കൊടുന്ന് വെക്കുക, ഫ്രഷായിട്ടുള്ള കിഴങ്ങുകൾ കൊടുന്ന് വെക്കുക, പഴവർഗ്ഗങ്ങൾ കൊടുന്ന് വെക്കുക. അപ്പോൾ ഇതൊക്കെ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു ഫ്രൂട്ട്സും പച്ചക്കറിയും ഒക്കെ ആവശ്യമുള്ള ആളുകൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് വരും. ഇപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വന്ന ഒരാൾക്ക് പച്ചക്കറി കാണുമ്പോൾ വാങ്ങാൻ തോന്നും, പച്ചക്കറി വാങ്ങാൻ വന്ന ആൾക്ക് ഫ്രൂട്ട്സ് കാണുമ്പോൾ ഒന്ന് വാങ്ങാൻ തോന്നും. അപ്പോൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പയ്യനെ നിങ്ങൾക്കൊരു ഒരു സ്റ്റാഫിനെ നിങ്ങൾക്ക് എക്സ്ട്രാ വെച്ചിട്ട് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് നിങ്ങൾക്ക് ഡെലിവറി സിസ്റ്റം സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ. നിങ്ങൾക്കിപ്പോൾ വാട്സപ്പിൽ ഓർഡർ എടുത്തിട്ട് അല്ലെങ്കിൽ കോളിൽ ഓർഡർ എടുത്തിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള പരിസരത്തുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ വീടുകളിലേക്ക് നിങ്ങൾക്ക് ഓർഡർ എടുത്തിട്ട് അവരുടെ സാധനങ്ങൾ ലിസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡെലിവറി ബോയിനെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് ഒരു ബൈക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി നിങ്ങൾക്കതിൽ ആഡ് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വളരെ നല്ല രീതിയിൽ ഇത് പിടുത്തം വിട്ട ലെവലിൽ നിങ്ങൾക്ക് ഇതിന് ബിസിനസ് തീർക്കാൻ കഴിയും. അപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പ്രത്യേക ഇതിന് ക്ലാസ്സോ പ്രത്യേക എന്താ പറയുക കോച്ചിങ്ങോ പ്രത്യേക സ്കില്ലോ ഒന്നും ആവശ്യമില്ല. ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ് വെജിറ്റബിൾ ഷോപ്പ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ബിസിനസ് ഐഡിയയുമായിട്ട് കാണാം. ടേക്ക് കെയർ. ബൈ.